ഇത് എത്ര രൂപയാ എന്നൊക്കെ ഉള്ള കാര്യം ഈ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ഞാൻ പറയാം. ക്വസ്റ്റ്യൻ എരന്നാണ് കിട്ടുന്നത്. അതെ, കുഞ്ഞു കുട്ടി അത് കണ്ടപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ കരുതൽ ഏറ്റവും കൂടുതൽ വരുന്ന കുഞ്ഞു മക്കളാണ് കേട്ടോ. ഭയങ്കര കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താ നോക്കുന്നേ? എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി കേട്ടോ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വളരെ എല്ലാ യൂട്യൂബേഴ്സും കാത്തിരിക്കുന്നതാണ് വരുമാനം അല്ലെ. ആദ്യത്തെ വരുമാനം ഇനി എത്ര തന്നെ ആയാലും അത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് എത്രയാണെന്നുള്ളതൊക്കെ ഞാനിത് പറയാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇനിയിപ്പം യൂട്യൂബിൻ്റെ എൻ്റെ അമ്മയെ വന്നതും പോയതും നിന്നതും കിടന്നും എൻ്റെ പൊന്നെ അതായിരിക്കും പറയാൻ പോകുന്നത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇനി കുറച്ച് ഈ ഒരു സംഭവം കിട്ടുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് കുറച്ച് ബാഡ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാഡ് കമൻസ് അല്ല, അതൊരു മോട്ടിവേഷൻ കമൻസ് തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർക്ക് വേണ്ടി ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇവിടെ എഴുതി ഇങ്ങനെ വച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ എനിക്ക് റിപ്ലൈ ഈ ഒരു സമയത്താണല്ലോ നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ളത്. റിവഞ്ച് അത് തന്നെ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എൻ്റെ ഷോർട്സ് കണ്ടവർക്കും വീഡിയോസ് കണ്ടതും, പ്രത്യേകിച്ച് എൻ്റെ ലൈവിന് എൻ്റെ കുട്ടികളുണ്ട് കുറച്ച് പേര്, അതിലെല്ലാവർക്കും ഓരോരുത്തരെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എൻ്റെ പിള്ളേർക്കും എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇത് എത്ര രൂപയാ എന്നൊക്കെ ഉള്ള കാര്യം ഈ കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ഞാൻ പറയാം. ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ വരിയായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്താണെന്നറിയോ, ഞാൻ ഒന്നും മിണ്ടത്തില്ലായിരുന്നു. കാരണം കൊടുക്കാൻ തിരിച്ച് പറയാൻ എൻ്റെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു. ഇന്ന് എൻ്റെ കയ്യിൽ മറുപടി ഉണ്ട്. ഇന്ന് വളരെ മേക്കപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, അങ്ങനെ അങ്ങ് വന്നിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ എത്ര എഡിറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ടാലും കാര്യമൊന്നും ചിലപ്പോഴൊന്നും കാണില്ല, ചിലപ്പോൾ ഓടില്ല. ഞാൻ ഈ മോണിറ്റൈസേഷൻ ആയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ ഞാൻ വെച്ചു ഈശ്വരാ അതങ്ങ് വളരെ നന്നായിട്ട് ഓടുമെന്നൊക്കെ വിചാരിച്ചു. ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് എടുത്ത ഉടനെ തന്നെ ഞാൻ ഇടണമെന്ന് വിചാരിച്ചു. ഇതിൽ നിന്ന് കുറച്ച് പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം അതെങ്ങനെ പോയി എന്താണെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ വരും. അപ്പോൾ ആദ്യം തന്നെ കൊടുക്കാനുള്ളവർക്ക് ഞാനൊന്ന് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളോട്ട് വരാം. അപ്പോൾ ആ പറഞ്ഞ പോലെ ഇനി മറുപടി ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചില്ലായിരുന്നോ, ഇനി നിങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ തരുന്നത്. ഇത് യൂട്യൂബിൻ്റെ അകത്തുള്ളവരും ഉണ്ട്, അല്ലാതെ പുറത്തുള്ളവരും എല്ലാവരും കൂടെ ഉൾപ്പെടെയാണ് കേട്ടോ. ഒരുപാട് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല, വളരെ കുറച്ച് ചോദ്യങ്ങളെ എനിക്ക് വന്നിട്ടുള്ളൂ. ബാഡ് കമൻസ് ആയിട്ട് അങ്ങനെ ലൈവും വന്ന് മോശമായിട്ട് പറയുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. മനസ്സിനെ വിഷമിപ്പിച്ച കമൻസാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ല, ഞാൻ വലിച്ചൊന്നും നീട്ടുന്നില്ല, ഞാൻ ഇനി ഇത് എഡിറ്റ് ചെയ്യാനും ഒന്നിനും നിൽക്കുന്നില്ല, എനിക്ക് ഭയ പണിയാണ്. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം, കിട്ടിയ അന്ന് തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ എങ്ങനെ എന്താണെന്ന് വിചാരിക്കുക എനിക്ക് അറിയത്തില്ല, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചില്ല. ചാനൽ തുടങ്ങി 1 വർഷം ആയിട്ടില്ല. ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ട് 1 വർഷത്തിന് മേളായി. ഞാൻ അങ്ങനെ വീഡിയോസൊന്നും ഇടാറില്ല. വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആയിട്ടില്ല. അപ്പോൾ ആ കാര്യം യൂട്യൂബിൻ്റെ സ്റ്റോറി വളരെ ഷോർട്ടായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതൊന്ന് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ്. അപ്പോൾ ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്നോട് ചോദിച്ചതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പം തരാം. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണല്ലോ എനിക്കിത് കിട്ടിയത് അല്ലേ, അതുകൊണ്ടാണ് എനിക്ക് ഈ പൈസ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കൊള്ളാം. പിന്നെ എല്ലാത്തിനും എന്താ പറയുക, അത് ഇപ്പം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞ ആൾക്കാർക്ക് ഇതെന്തായാലും കത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റും കേട്ടോ, എന്നെക്കൊണ്ട് പറ്റും. ഓക്കെ, ഇത്രയും ഞാൻ വളരെ ലളിതമായിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറഞ്ഞു പോകുന്നുള്ളേ. അടുത്ത് എന്തു പറ്റി ഇതിന് വയ്യേ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഇപ്പോൾ നമുക്ക് 2 തരത്തിലെടുക്കാം. അതായത് സ്നേഹമുള്ളവർ നമ്മളോടത്ത് പറയുന്നത് വേറെ. ഇതെന്താണെന്നറിയോ, അതായത് ഞാനിപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്സ് ഇടുന്ന സമയത്ത് ഞാൻ എപ്പോഴും കോമഡി ഷോർട്സാണ് ഇടുന്നത്, അതായത് ഡബ്മാഷാണ് ചെയ്യുന്നത്. എൻ്റെ ഷോർട്സ് നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അത് കണ്ടിട്ട് ചോദിക്കുക ഇതിനെന്താ വയ്യേ എന്ന് ചോദിക്കുന്നുണ്ട്. കോമഡി സ്കിറ്റുകൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ സീരിയസ് ആയിട്ട് ഇരുന്നൊന്നും കോമഡി സ്കിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ലിപ്പ് കറക്റ്റ് ആവണം, അതുമാതിരി എല്ലാം ആ ഒരു മുഖത്ത് നമുക്ക് വരുന്ന എക്സ്പ്രഷനെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ എൻ്റെ ഷോർട്സ് ഒന്ന് കയറി നോക്കിയാൽ അറിയാം.
അതിൽ എന്താണ് ഒരുപാട് ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. മോശമായിട്ട് എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ വീഡിയോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഞാൻ ഷോർട്സും വീഡിയോസൊക്കെ ഞാൻ എടുത്ത് ഞാൻ തന്നെ ചെക്ക് ചെയ്തിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊന്നും എനിക്ക് മോശമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു സമയത്ത് ചോദിച്ചാൽ ഇതിനെന്തോ പറ്റി, എനിക്ക് വയ്യാത്തതൊന്നുമല്ല എൻ്റെ പൊന്നു കുട്ടികളെ, ആരായിക്കോട്ടെ, നിങ്ങൾക്കാണ് വയ്യാത്തത്, എനിക്കല്ല കേട്ടോ. നിങ്ങൾക്ക് വയ്യ, നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അപ്പോൾ എനിക്കല്ല കുഴപ്പം, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെനിക്ക് യൂട്യൂബിൻ്റെ അകത്തു നിന്നതിനേക്കാളും പുറത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് കളിയാക്കുന്ന തരത്തിൽ, ഇതിനൊരു നാണവും ഇല്ല അങ്ങനെയൊക്കെ. ഈ ഒരു ഷോർട്സ് ചെയ്യുമ്പോൾ എന്തിനാണ് നാണിക്കുന്നത്? ഞാൻ തുണിയൊന്നും ഇല്ലാതെയൊന്നും അല്ലല്ലോ ഷോർട്സ് ചെയ്യുന്നത്, നോർമലായിട്ടുള്ള ഒരു കോമഡി സ്കിറ്റല്ലേ ചെയ്യുന്നത്. എനിക്ക് എന്തിനാ നാണം? അപ്പോൾ ഓക്കെ അത് വെറുതെ അസൂയ കൊണ്ട് തോന്നുന്നതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, വയ്യാത്തത് നിങ്ങൾക്കാണേ. അടുത്തത് ലൈവിൽ നിന്നും മണി കിട്ടുന്നത് എരന്നാണ് കിട്ടുന്നത്. അതെ, ലൈവിൽ നിന്ന് പൈസ കിട്ടുന്നത്, അതായത് ഉദ്ദേശിച്ചത് ഇതാണ്, സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ്. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ലൈവിൽ വന്ന് ആരോടും പറയാറില്ല മെമ്പർഷിപ്പ് എടുക്കൂ, സൂപ്പർ ചാറ്റ് ചെയ്യാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ മെമ്പർഷിപ്പ് എമൗണ്ട് ഇത്തിരി കൂടുതലായിട്ടാണ് ഇട്ടിട്ടുള്ളത്. കാരണം മെമ്പർഷിപ്പ് അങ്ങനെ എടുക്കുമെന്ന് എനിക്ക് ആദ്യമൊന്നും എനിക്കറിയില്ല, ഞാനല്ല അത് സെറ്റാക്കിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ എമൗണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പോയിട്ടില്ല. യൂട്യൂബിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള വന്നിട്ടുള്ള എമൗണ്ടാണ് എനിക്കതിൽ കിടക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഈ യൂട്യൂബ് കാണുന്നത് എന്തിനാണ്? എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണുന്നവരുണ്ട്. നമ്മൾ ടി വി കാണുന്നുണ്ട്, എന്തിനാണ് കാണുന്നത്? നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണുന്നു. ചുമ്മാതെ ടി വി ഓൺ ആക്കി കഴിഞ്ഞാൽ പൈസ അടയ്ക്കാതെ കേബിളും കാര്യങ്ങളൊന്നും വരില്ലല്ലോ. വരുമോ? നിങ്ങൾ യൂട്യൂബ് കാണുന്നു, വേറെ പല ആപ്പും നിങ്ങൾ കാണുന്നുണ്ട്. നെറ്റ് നമ്മൾ റീചാർജ് ചെയ്യാതെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ലൈവ് എന്ന് പറയുന്നതും എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ലൈവിൽ നമ്മൾ ഓരോ ആൾക്കാരെയും പിടിച്ചിരുത്തുക, അവർ നമ്മളെ ലൈവ് ഇഷ്ടപ്പെടുക, അതിനൊക്കെ കുറച്ച് പണിയുണ്ട്. ചുമ്മാ ഇങ്ങനെ വന്നിരുന്നെന്ന് പറഞ്ഞിട്ട് ആരും നമുക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാനോ മെമ്പർഷിപ്പ് ചെയ്യാനോ പോകുന്നില്ല. അതുമാതിരി ഒരുപാട് മോശപ്പെട്ട മെമ്പർഷിപ്പ് ചാനലുകൾ ഉണ്ടാവും, അത് അവരുടെ കാര്യം. നമ്മൾ വളരെ മാന്യമായിട്ട് ചെയ്യുന്ന ഒരു ലൈവാണ്. അതിൽ ഒരാൾ എടുക്കുന്നത് അവരുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ പറയുമോ ഒന്നെടുക്ക് പ്ലീസ് എന്ന് പറഞ്ഞ് ഞാൻ ആരടുത്തും പോയിട്ടില്ല. അവർക്ക് പിന്നെ ഈ ഒരു സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ തന്നെയാണ് അവിടെ വച്ചേക്കുന്നത്. സൂപ്പർ ചാറ്റ് ചെയ്യുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ 10, 500, 200 അങ്ങനെയൊന്നും അല്ല. 19 രൂപ മുതൽ നമുക്ക് സൂപ്പർ ചാറ്റിങ് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു 20 രൂപ എടുക്കാനില്ലാത്ത ഒരാളും നമ്മുടെ കയ്യിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വളരെ ചെറിയ എമൗണ്ടുകളാണുള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും, ഞാൻ ഇന്ന് വരെയും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഉടായ്പം കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ചിലപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്. കാരണം ഫേക്കാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളവരടുത്ത് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. അല്ലാത്ത പക്ഷം നോർമൽ ജെന്യൂനായിട്ട് നിൽക്കുന്ന എനിക്ക് സപ്പോർട്ടാണ് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ചെയ്താൽ അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നതാണ്. ഞാൻ ഇരന്ന് വാങ്ങുന്നത് അല്ല. എൻ്റെ കഷ്ടപ്പാടാണ്. ഞാൻ കിടന്ന് ഇത്രയും സമയം എൻ്റെ തൊണ്ട പൊട്ടി ഞാൻ സംസാരിക്കുന്നത്. അവരുടെ എൻ്റർടൈൻമെൻറ്റ്, ഓരോ ഫ്രണ്ട്ഷിപ്പും ഓരോ ബോണ്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ കഴിവാണ്. അതൊരിക്കലും ഞാൻ ആരുടെ ഇരന്ന് വാങ്ങിയിട്ടുള്ളതല്ല, അവൻ എനിക്ക് തന്നിട്ടുള്ളതാണ്. അല്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, അതിപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഹസ്സിന് ജോലിയുണ്ട്, പിന്നെ എന്താ ഇതൊക്കെ? ഓക്കെ, ഹസ്സിന് ജോലിയുണ്ട്, ശരിയാണ്. ഹസ്ബൻഡിന് ജോലി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താ ഭാര്യമാർക്കൊന്നും അധ്വാനിക്കണ്ടേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ആർക്ക് എങ്ങനെയാണെന്നല്ല, പെൺകുട്ടികളോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതൊരു നമുക്കൊരു അസറ്റ് തന്നെയാണ് അല്ലേ? ആൺകുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അല്ലേ? നമുക്ക് ഒരിടവും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, അത് വേറൊരു കാര്യം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് അങ്ങോട്ടും കൊടുക്കാൻ പറ്റണം ഇല്ലേ? അപ്പോൾ ഒരു ബോണ്ട് ഉണ്ടാവും ഇല്ലേ? ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ പൈസ കിട്ടിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, എല്ലാം ഒന്നും കൊടുത്തില്ല, നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, അത് ഭയങ്കര അഭിമാനമാണ് അല്ലേ? നമ്മളെ വീട്ടിൽ ഒന്ന് കൊടുക്കുക, ഇതൊക്കെ ഒരു ഭയങ്കരപ്പെട്ട അഭിമാനമുള്ള ഒരു അവസ്ഥ, എന്താ പറയുക, ഇതാണ്. അത് ഞാനിപ്പോൾ അനുഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു വീട്ടിലാകുമ്പോൾ 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നേരെ പോവുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നു, നമ്മൾ പിള്ളേരെ കാര്യമൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സൈഡായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇതുപോലെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നു. അപ്പോൾ അതിനൊരാൾ ചോദിച്ചാണ് എന്തിനാണ് കഷ്ടപ്പെടുന്നത്, പിന്നെ ഹസ്ബൻഡിന് ജോലി ഉണ്ടോ? അതൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്കുണ്ടെങ്കിൽ അതൊരു അസറ്റ് തന്നെയാണ് കേട്ടോ. അതിപ്പോൾ ആണായാലും പെണ്ണായിരുന്നാലും ഒരു ജോലി അത്യാവശ്യം തന്നെയാണ്. അത് വേറൊരു കാര്യം. അവനവന് എന്തെങ്കിലും ഒരുപാടില്ലെങ്കിലും
ഒരു നമ്മുടെ കാര്യങ്ങൾക്കെങ്കിലും പൈസ വേണ്ടത് അത്യാവശ്യം തന്നെ. അപ്പോൾ അസിന് ജോലിയുണ്ട്, പിന്നെ എന്തിനാ കഷ്ടം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കഷ്ടപ്പെടാനുള്ളൊരു മനസ്സ് നമുക്കുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണം പറയാൻ, അല്ലേ? അല്ലാതെ ജോലി ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം ഇല്ല. മേലാൽ ചോദിക്കാതെ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തോ വരുന്നുണ്ട്. അടുത്ത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, അതായത് ഒരു 4-5 വർഷം മുമ്പ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അവർക്കൊരു 5 പേരാണ് കേട്ടോ, അതും ഒരു 5 പേരാണ്. ഓക്കെ, അപ്പോൾ അതിൽ 3 ഞാൻ എത്ര പേർക്ക് അയച്ചു കൊടുത്തു? ഒരു ഇൻട്രോ വീഡിയോ എടുത്തിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് 1 വർഷം ആയിട്ടില്ല. അതിന് മുമ്പ് ഒരു 4 വർഷം മുമ്പ് എങ്ങാണ്ടോ ഞാനൊരു വീഡിയോ എടുത്തിട്ട് നമുക്ക് തോന്നുന്ന നമ്മൾ വേണ്ടപ്പെട്ട ഒരു 3-4 പേർക്ക് ഞാൻ ആ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞാനിതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്, ഞാനത് പോസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഞാനത് പോസ്റ്റ് ഒരിക്കൽ ചെയ്ത് എന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. അതാണ് അവിടുത്തെ ഒരു സംഭവം. അപ്പോൾ ഈ ചെയ്ത ഒരു 4-5 പേർക്ക്, എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്കാണ് അയച്ചു കൊടുത്തത് കേട്ടോ, 3-4 പേര്. അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അതിൽ 3 പേര് എന്നോട് പറഞ്ഞു സൂപ്പറാണ്, കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറഞ്ഞു. അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു അയ്യോ ഇത് കൊള്ളൂല, ഇത് റീച്ച് ആവത്തില്ല, ഇതിൽ നിന്ന് നിനക്കൊന്നും കിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതേ സെയിം ക്വസ്റ്റ്യൻ എനിക്ക് പല പ്രാവശ്യവും ആ ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പറയണം. അപ്പോൾ ആ ഒരു വ്യക്തിയെ മാത്രം നോക്കിയിട്ട് എന്നെ തന്നെ ഗൈഡ് ചെയ്തു. അയ്യോ ശരിയാ, ഇത് കൊള്ളൂല, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ തന്നെ വെച്ചതേ ബുക്ക് അടച്ച് വെക്കുന്ന മാതിരി അതങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചു. സംഭവം എന്താ പറ്റിയത്? ഞാൻ അന്നത് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എനിക്കിപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഞാൻ മുന്നോട്ട് വന്നേനെ. ഇപ്പം 4 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ എന്താ പറ്റിയത്? ഇപ്പോൾ എവിടെ നോക്കിയാലും യൂട്യൂബ് ചാനലാണ്, അല്ലേ? നമുക്ക് പെട്ടെന്നൊന്നും റീച്ച് ആകാൻ പറ്റില്ല. കാരണം മുക്കിന് മൂലയ്ക്ക് എല്ലാം യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇന്നത്തെ ഇതിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. നമുക്ക് അത്രയ്ക്ക് അങ്ങ് റീച്ച് ആവാനൊന്നും പറ്റില്ല. കാരണം എനിക്കങ്ങനെ ഒരുപാട് അങ്ങ് റീച്ച് ആവണമെന്നൊന്നും ആഗ്രഹമില്ല. ഒരു ചെറിയൊരു ഏണിങ്സ് എല്ലാ മാസവും കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ ഹാപ്പിയാണ്. നമുക്കൊരു നമ്മളൊരു സെൽഫ് ലവ് എന്നൊക്കെ പറയില്ലേ, സംഭവം അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ്, നിന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് 2 സൈഡിൽ നിന്നും ആൾക്കാർ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളത് ശ്രദ്ധിക്കരുത്. നിങ്ങൾക്ക് എന്താണോ മുന്നിലുള്ളത് അങ്ങോട്ടങ്ങ് പോവുക. അപ്പോൾ അന്നത്തോടെ ഞാൻ ആ ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ക്ലോസ് ചെയ്തിട്ടില്ല. ഞാൻ ഇട്ട വീഡിയോ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ആ ഒരു ചാനൽ തന്നെയാണ് ഞാനിപ്പോൾ 4 വർഷങ്ങൾക്കിപ്പുറം, അതായത് എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് April 8, 2025 April 8-നാണ്. സൗണ്ട് വരെ 2025 April 8-നാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതെ, അപ്പോൾ ഇപ്പോൾ 2026 April 8 ആകുമ്പോൾ മാത്രമേ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 6 മാസം കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുത്തു. ഇൻകം കിട്ടിയോന്ന് ചോദിച്ചവരടുത്തേ കിട്ടി കേട്ടോ, കിട്ടി. ഇനി എത്രയാണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ചെറിയൊരു യൂട്യൂബ് ജേണിയാണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ എഡിറ്റോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നതെന്ന് പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ എത്രയെന്നുള്ളത് ആക്ച്വൽ എമൗണ്ട് പറയാൻ പാടില്ല എന്നാണ് ഉള്ളത്. പല കാര്യങ്ങളിലും കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകുന്നുണ്ട്, സോറി കേട്ടോ. അപ്പോൾ ഇത് എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും എൻ്റെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇപ്പോൾ എത്ര എണ്ണം നോക്കട്ടെ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിലിപ്പോൾ എത്രയാണ് 5 സംതിങ് ഓക്കെ ഉള്ളൂ. ബാക്കി എമൗണ്ട് എൻ്റെ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ എത്ര ഒരു എന്താ പറയുക, കറക്റ്റായിട്ടുള്ള എമൗണ്ട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ തരാം കേട്ടോ. 3 ഓപ്ഷൻ. ആരാണ് കറക്റ്റായിട്ട് പറയുന്നത് എന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാം. ഡോളറായിട്ട് പറയാം. ഓക്കെ, $114, $113, $115 കേട്ടോ. ഇതിൽ ഒരു എമൗണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഡോളറാണ്. നിങ്ങൾ ഇന്ത്യൻ മണിയിലോട്ട് അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ ഡോളറായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതോ ഒരു 3-ലേതോ ഒരു എമൗണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇപ്പോൾ എടുക്കുന്ന കൂട്ടത്തിൽ ഇന്ന് തന്നെ 11:30-ക്ക്, ഇത് ഈ ഒരു വീഡിയോ വരുന്നത് ഇന്ന് 5 മണിക്കാണെങ്കിൽ ഇതേ ദിവസം തന്നെ 11:30 മണിക്ക്, രാവിലെ 11:30 മണിക്ക് ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ യൂട്യൂബിൽ, ഞാൻ വേണമെങ്കിൽ ഈ സൈഡിൽ അത് കൊടുത്തേക്കാം കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താണ് ATM-ൽ പോയിട്ട് പൈസ എടുക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അതല്ലാതെ ഞാൻ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. വേറൊരു വീഡിയോ ഞാൻ ഇവിടെ പിൻ ചെയ്യും. ഞാൻ എന്തൊക്കെയാണ് ഞാൻ ഇനി അത് വീണ്ടും എങ്ങനെയാണ് ഞാൻ മോർണിംഗ് എടുത്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പിൻ ചെയ്യുന്നുണ്ട്. അത് വീണ്ടും നമ്മൾ പറഞ്ഞ് മറ്റുള്ളവരെ അങ്ങനെ ഇപ്പോൾ ബോറടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഞാനത് താഴെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം, എൻ്റെ മോർണിംഗ് കഥയും കാര്യങ്ങളും അതിൽ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് മോർണിംഗ് എടുത്തെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അത് കുറച്ച് വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. വലിയ ഗെറ്റപ്പിലൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്, പക്ഷേ വീഡിയോ ഓടിയിട്ടില്ല എന്നുള്ളതാണ് സാരം. പിന്നെ എന്താ ഉള്ളത്, അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ എല്ലാം കിട്ടി. ഇനി ഈ പൈസ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. കണ്ടിട്ട് നിങ്ങൾ വാ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ആദ്യം ഞാൻ പോയത് ഇതുപോലെ ഒരു ടെൻറ്റ് മാതിരിയൊക്കെ ഉള്ള ആൾക്കാർ, ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന കുഞ്ഞു മക്കളാണ് കേട്ടോ. ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇത് തോന്നും. ഇതിൽ കുറേ ആൾക്കാർക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ് പോയത് കേട്ടോ. അവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ചോറ്, ദാല്, പിന്നെ ഗോതമ്പ് പൊടി, അങ്ങനെ പിന്നെ അതിൽ കുറച്ച് തേയിലപ്പൊടി, അങ്ങനെ ആ ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഒരുപാടൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ മിക്സഡ് ദാലാണ് ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ ഈ ഉഴുന്ന്, പിന്നെ എന്താ ഈ സാമ്പാർ പരിപ്പ്, അങ്ങനത്തെ ഒരുപാട് ദാലുകൾ നോർത്ത് ഇന്ത്യയിൽ കിട്ടും. ഇവരാണ് ഏറ്റവും കൂടുതൽ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തേയിലപ്പൊടി, പഞ്ചസാര, പിന്നെ ആട്ട, അങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് അവിടെയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ നോക്കിയ ആൾക്കാർ ഇങ്ങനെ വന്നെടുത്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അവിടെ 2-3 ടെൻറ്റുകളുണ്ട്. അപ്പം എല്ലാവരും കൂടെ അവരെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സന്തോഷം, നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. കണ്ടോ, കുഞ്ഞു മക്കളാണ് കേട്ടോ ഇവർക്കൊന്നും അധികം പ്രായമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് നോക്കിയാൽ അറിയാം, ഈ സീസണിൽ നമുക്ക് ഇവിടെ നല്ല തണുപ്പാണ്. ഇവരെങ്ങനെയാണ് ഇതിൻ്റെ അകത്തൊക്കെ ഇത്രയും തണുപ്പത്ത് നിൽക്കുക എന്നുള്ളത് അറിയാൻ വയ്യ. അപ്പോൾ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് എൻ്റെ അച്ഛനൊരു മൊബൈൽ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു സ്വന്തം അധ്വാനത്തിൽ അച്ഛന് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി പിന്നെന്താ ഫോണൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങ് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇതിൽ ഭയങ്കര കഷ്ടമായിട്ട് തോന്നി. പോട്ടെ, അത് ഞാൻ ഇനി പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ, ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുള്ളത്, ക്വസ്റ്റ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എനിക്ക് കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഇതിപ്പോൾ കിട്ടിയില്ല എന്നൊന്നും, പിന്നെ യൂട്യൂബിൻ്റെ കാര്യം തന്നെ പറഞ്ഞാണ്, ഇതിപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും ആക്കണ്ട, ഇതൊരു ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പോലെ അങ്ങ് എടുത്താൽ മതി. ഇതിപ്പോൾ എല്ലാവർക്കും പൈസയൊന്നും കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, അവർ നമ്മളെ മാനസികമായിട്ട് പറയുകയാണ്, നിന്നെക്കൊണ്ട് ഇതിന് പറ്റൂല, എന്താ സംഭവം അത്രയേ ഉള്ളൂ, നിന്നെക്കൊണ്ട് ഇത് പറ്റൂല, ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ എടുത്താൽ മതി എന്നാണ് പറയുന്നത്. സംഭവം എന്താണ്, അവരുടെ മനസ്സിൽ എന്താണ്, നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ. പിന്നെ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്, ഞാൻ എൻ്റർടൈൻമെൻറ്റായിട്ട് എടുത്ത കാര്യമൊന്നുമല്ല. ഞാൻ സീരിയസ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ചത്ത് കടന്ന് പണിയെടുത്തിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചുമ്മാ ഇരുന്നെന്ന് പറഞ്ഞ് ഒരാളും നമുക്കൊന്നും കൊണ്ട് തരത്തില്ല. ഇത് കഷ്ടപ്പെട്ട് തന്നെ എടുത്തത്. കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വാങ്ങാൻ വേണ്ടി തന്നെ കഷ്ടപ്പെട്ടതാണ്. എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നിന്നെക്കൊണ്ട് പറ്റില്ല, നിനക്ക് അതിനുള്ള കഴിവ് ഇല്ല. അവരും കേൾക്കാൻ തന്നെയാണ് പറയുന്നത്, എനിക്ക് കഴിവുണ്ട്, പാടിന് എനിക്ക് കിട്ടിയെന്നാണ് കേട്ടോ. മാനത്തുനിന്ന് എനിക്കിങ്ങനെ പൊട്ടി ഇങ്ങനെ വീണോന്നുമല്ല. പിന്നെയും പിന്നെ ഉണ്ട് കുറച്ച് പേര്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ, അയ്യോ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ വിചാരിക്കും. ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല ഇതിൽ ഉൾപ്പെടുത്തുന്നത്, ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കാര്യം ഞാൻ പറയാമെന്ന്. ഒരിക്കലും ഇപ്പോൾ ഇനി തുടങ്ങാൻ പോകുന്ന ആൾക്കാരോടത്തും കൂടെ ഞാൻ പറയണം, ഒരിക്കലും ഞാൻ പറയുക, ഒരു 100% എടുത്തു കഴിഞ്ഞാൽ ഒരു 80%, ബാക്കി ഉള്ളവരുണ്ടാവാം, 80% ഞാൻ പറയാമെന്ന്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ടേ ഉണ്ടാകത്തില്ല. ഓക്കെ, നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വന്ന് നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്തങ്ങ് മേപ്പോട്ടങ്ങ് പൊക്കി വിടുമെന്ന്, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. വളരെ സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്തതിനും
എന്നെ കൂടെ നിന്നതിനും. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. പോട്ടെ.